ഇനി അടുത്ത പേജ് നോക്കാം. പേജ് നമ്പർ 12. ഇത് വൈദ്യുതോർജ്ജം പ്രധാനമായും താപോർജ്ജമായി മാറുന്നത് എങ്ങനെ അറിയപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ വൈദ്യുതിയുടെ താപഫലം. വൈദ്യുതിയുടെ താപഫലത്തെ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ്. എന്തായാലും വൈദ്യുതിക്ക് ഒരു താപം ഉണ്ടാവുമല്ലോ, ആ താപത്തെ ഉപയോഗിക്കുന്നതാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ നിന്ന്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനമാണ് ജൂൾ ഹീറ്റിംഗ് അഥവാ എന്താ നമ്മൾ പറയുക, ഓമിക് ഹീറ്റിംഗ് എന്നാണ് പറയുക കേട്ടോ. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൾ ഹീറ്റിംഗ് അഥവാ ഓമിക് ഹീറ്റിംഗ്. വൈദ്യുതോർജ്ജം പ്രധാനമായും താപോർജ്ജമായി മാറുന്നതാണ് വൈദ്യുതിയുടെ താപഫലം. വൈദ്യുതോർജ്ജം താപമായി മാറാം. വൈദ്യുതിയുടെ താപഫലത്തെ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ എങ്ങനെ അറിയപ്പെടുന്ന വൈദ്യുത താപ ഉപകരണങ്ങളിൽ നിന്ന്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനമാണ് ജൂൾ ഹീറ്റിംഗ് അഥവാ ഓമിക് ഹീറ്റിംഗ്. താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനമാണ് കേട്ടത്. താപന ഉപകരണങ്ങളിൽ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭാഗത്തെ ഇങ്ങനെ വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ് എലമെന്റ് എന്നാണ് വിളിക്കുക. അപ്പം ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. അതായത് വൈദ്യുതോർജ്ജം ഇപ്പം 4 ക്വസ്റ്റ്യൻ ഒന്നും വായിക്കാം. ഈ വൈദ്യുതോർജ്ജം, വൈദ്യുതി എന്തായാലും ഉണ്ടാവുമല്ലോ, ആ വൈദ്യുതോർജ്ജം പ്രധാനമായും താപോർജ്ജമായി മാറുന്നത് എങ്ങനെ അറിയപ്പെടുക വെച്ച് കഴിഞ്ഞാൽ വൈദ്യുതിയുടെ താപഫലനം എന്നാണ് അറിയപ്പെടുക. വൈദ്യുതിയുടെ താപഫലത്തെ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വൈദ്യുതി താപ ഉപകരണങ്ങൾ എന്നായിരിക്കും അറിയപ്പെടുക. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനമാണ് ജൂൾ ഹീറ്റിംഗ് അഥവാ ഓമിക് ഹീറ്റിംഗ്. താപന ഉപകരണങ്ങളിൽ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗത്തെ എങ്ങനെ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റിംഗ് എലമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കപ്പെടുന്ന ലോഹസങ്കരമാണ് ഇത് നിക്രോം. ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് നിക്രോം. നിക്രോമിന് ഹീറ്റിംഗ് എലമെന്റായി ഉപയോഗിക്കുന്നത് എന്തൊക്കെ സവിശേഷതകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയർന്ന ഓക്സിഡേഷൻ പ്രതിരോധം ഉണ്ടായിരിക്കും, ചുട്ടുപഴുത്ത അവസ്ഥയിൽ ദീർഘനേരം താപോർജ്ജം നൽകാനുള്ള കഴിവുണ്ടായിരിക്കും, ഊർജ്ജ റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കും. നിക്രോമിന്റെ ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് ഇതൊക്കെയാണ് കാരണം. ഓക്സിഡേഷൻ പ്രതിരോധം ഉണ്ട്, ചുട്ടുപഴുത്ത അവസ്ഥയിൽ ദീർഘനേരം താപോർജ്ജം നൽകാനുള്ള കഴിവുണ്ട്, ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്. അടുത്ത് ഉയർന്ന താപനിലയിൽ ഒരു വസ്തുവിന് ഉയർന്ന താപം ഉണ്ടായിരിക്കും. ആ വസ്തുവിന് ഓക്സിജനുമായോ മറ്റു ഓക്സീകരണങ്ങളായോ ഉള്ള സമ്പർക്കത്തിന്റെ ഫലമായുള്ള നാശനത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കഴിവിനെയാണ് ഓക്സിഡേഷൻ പ്രതിരോധം എന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ചൂട് കൂടിയിട്ട് നമുക്ക് ചിലപ്പോൾ അത് നാശമായി പോവായിരിക്കും ആ ഉപകരണം. അതിനെ അങ്ങനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തിരി ചൂടൊക്കെ കുറച്ചിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പറയുന്നത്. അടുത്തത് ഒരു ചതുരശ്ര മീറ്റർ ചെയ്ത പരപ്പളവും 1 മീറ്റർ നീളവുമുള്ള ഒരു ചാലകത്തിന്റെ പ്രതിരോധമാണ് ആ ചാലകം നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥത്തിന്റെ ഡാഷ് റെസിസ്റ്റിവിറ്റി. ഒരു ചതുരശ്ര മീറ്റർ ചെയ്ത പരപ്പളവും 1 മീറ്റർ നീളവുമുള്ള ഒരു ചാലകത്തിന്റെ പ്രതിരോധമാണ് ആ ചാലകം നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥത്തിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റി യൂണിറ്റ് ഏതെന്ന് വെച്ചാൽ ഓമീറ്റർ. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലായത് പ്രതിരോധമാണ് ആ ചാലകം എന്ന് പറയുന്നതാണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് വെച്ചാൽ ഓമീറ്റർ. ഒരു ചാലകത്തിന്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ചാലകത്തിന്റെ നീളം, പരപ്പളവ്, സ്വഭാവം എന്നിവ. വൈദ്യുതി കടത്തിവിടാനുള്ള ഒരു പദാർത്ഥത്തിന്റെ കഴിവ് എങ്ങനെ അറിയപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലകത. റെസിസ്റ്റിവിറ്റിയുടെ വ്യുൽക്രമമായിരിക്കുന്നതാണ് ചാലകത. ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെ പ്രവർത്തിക്കുന്ന താപന ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണ് ഇൻഡക്ഷൻ കുക്കർ, മൈക്രോവേവ് ഓവൻ. ഓക്കെ, ഇൻഡക്ഷൻ കുക്കറും മൈക്രോവേവ് ഓവനാണ് എന്ത് ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെ പ്രവർത്തിക്കുന്ന താപന ഉപകരണങ്ങൾക്ക് ഉദാഹരണം. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന കാന്തിക മണ്ഡലം കാന്തിക വസ്തുക്കളിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം എന്ന് വെച്ചാൽ ഇൻഡക്ഷൻ കുക്കറാണ് കേട്ടോ. മൈക്രോവേവ് താപോർജ്ജമായി മാറി ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യുന്നത് ഏത് ഉപകരണത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോവേവ് ഓവനിലാണ് അത് പാചകം ചെയ്യുക. ഓക്കെ, ജലാംശമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമേ പാചകം ചെയ്യാനാകൂ എന്നത് ഏത് ഉപകരണത്തിന്റെ പ്രത്യേകതയാണ്? മൈക്രോവേവ് ഓവൻ. ഓക്കെ, ജലാംശമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമേ പാചകം ചെയ്യാനാകൂ എന്നത് ഏത് ഉപകരണത്തിന്റെ പ്രത്യേകതയാണെന്ന്. ജലാംശമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമേ പാചകം ചെയ്യാനാകൂ എന്നത് ഏത് ഉപകരണത്തിന്റെ പ്രത്യേകതയാണെന്ന്. മൈക്രോവേവ് ഓവൻ.
നമുക്കൊരു പുതിയ അറിവാണ് ഇതൊക്കെ. അതായത് ജലാംശം വേണം ഒരു ഭക്ഷണത്തിന്, അപ്പം മാത്രമേ പാചകം ആവുള്ളൂ. ആ ജലാംശമൊക്കെ പോയിട്ട് അതൊരു വേവ് എന്നുള്ളൊരു അവസ്ഥയിൽ. വൈദ്യുതി വാഹിയായിട്ടുള്ള ഒരു ചാലകത്തിൽ ഉൽപ്പാദിക്കുന്ന താപവും താപത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് പ്രെസ്കോട്ട് ജൂൾ. അപ്പോൾ താപവാഹിയായിട്ടുള്ള ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപവും താപത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധം, അതാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, വൈദ്യുത പ്രവാഹം. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുത പ്രവാഹങ്ങളുടെ ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിൻ്റെ അളവ് ചാലകത്തിലൂടെയുള്ള കറണ്ടിൻ്റെ വർഗത്തിന് ചാലകത്തിൻ്റെ പ്രതിരോധത്തിനും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിനും അനുപാതത്തിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് ജൂൾ നിയമമാട്ടോ. ഇത് ജൂൾ നിയമമാണ്. അതായത് പ്രെസ്കോട്ട് ജൂൾ പറഞ്ഞിട്ടുള്ളത് എന്തിൻ്റെ ശാസ്ത്രജ്ഞനാണത്. താപത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധം, വൈദ്യുതിയും ചാലകവും സ്വാധീനിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയുന്നത് പ്രെസ്കോട്ട് ജൂളാണ്. അടുത്തത് ജൂൾ നിയമം പറഞ്ഞിട്ടുള്ളത് വൈദ്യുത പ്രവാഹമുള്ള ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിൻ്റെ അളവ് ചാലകത്തിലൂടെയുള്ള കറണ്ടിൻ്റെ വർഗത്തിനും ചാലകത്തിൻ്റെ പ്രതിരോധത്തിനും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിനും അനുപാതത്തിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് ജൂൾ നിയമമാണ്. പിന്നെ പ്രതിരോധത്തിൻ്റെ ഫലമായി ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് കണക്കാക്കാനുള്ള യൂണിറ്റ് ഏതെന്ന് വെച്ചാൽ ജൂള്. ചെമ്പ്, വെള്ളി, ടങ്സ്റ്റൺ, അലുമിനിയം, അയൺ, ലെഡ്, നിക്രോം എന്നീ പദാർത്ഥങ്ങളുടെ റെസിസ്റ്റിവിറ്റി കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് എന്നുള്ള ശരിയായ ക്രമം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്രോം, ലെഡ്, അയൺ, ടങ്സ്റ്റൺ, അലുമിനിയം, ചെമ്പ്, വെള്ളി ഇതൊക്കെയാണ്. ചെമ്പ്, വെള്ളി, ടങ്സ്റ്റൺ, അലുമിനിയം, അയൺ, ലെഡ്, നിക്രോം എന്നീ പദാർത്ഥങ്ങളുടെ റെസിസ്റ്റിവിറ്റി കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് എന്നുള്ള ശരിയായ ക്രമം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിക്രോം, ലെഡ്, അയൺ, ടങ്സ്റ്റൺ, അലുമിനിയം, വെള്ളി. അപ്പോൾ ആദ്യം നമുക്ക് നിക്രോമാണ് റെസിസ്റ്റിവിറ്റി കൂടിയത് ഏറ്റവും. ലെഡ്, പിന്നെ അയൺ, പിന്നെ ടങ്സ്റ്റൺ, പിന്നെ അലുമിനിയം, ചെമ്പ്, വെള്ളി കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കുള്ളത്. അപ്പം നമുക്ക് നിക്രോം ആദ്യം, പിന്നെ നമുക്ക് എന്തായിരുന്നു ലെഡ്, പിന്നെ അയൺ, ടങ്സ്റ്റൺ, അലുമിനിയം ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. ടങ്സ്റ്റൺ, അലുമിനിയം, ചെമ്പ്, വെള്ളി. 100 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിൽ കൂടി 0.5 ആംപിയർ വൈദ്യുതി 5 മിനിറ്റ് സമയം പ്രവഹിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജ്ജം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 7500 ജൂൾ. ഒരു ചാലകത്തിലെ കറണ്ട് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചാൽ, ഒരു ചാലകം എടുത്തു, ആ ചാലകത്തിൽ കറണ്ട് ഉണ്ട്, ആ കറണ്ട് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം എത്രയായി വർദ്ധിക്കും? 4 ഇരട്ടിയാവും. കറണ്ട് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു, ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം ഇരട്ടിയാക്കി 4 ഇരട്ടിയാവും കേട്ടോ. വീടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന വൈദ്യുത ഉപകരണങ്ങൾ എത്ര വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത്? 230 വോൾട്ട് അല്ല. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു താപനോപകരണത്തിൻ്റെ പ്രതിരോധം 920 ഓം ആണെങ്കിൽ 10 മിനിറ്റ് ഉൽപ്പാദിപ്പിക്കില്ല. താപത്തിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 34,500 ജൂള്. അതായത് 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു താപോപകരണത്തിൻ്റെ പ്രതിരോധം 920 ഓം ആണെങ്കിൽ 10 മിനിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 34,500. വോൾട്ടത സ്ഥിരമായിരുന്നാൽ സർക്യൂട്ടിലെ പ്രതിരോധം കുറയുമ്പോൾ കറണ്ട് കൂടുകയും ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. അതായത് വോൾട്ടത സ്ഥിരമായിട്ടിരിക്കുക, സർക്യൂട്ടിലെ പ്രതിരോധം കുറയുക, കറണ്ട് കൂടുക, പ്രതിരോധം കുറയുക, കറണ്ട് കൂടുക, അങ്ങനെ ആവുമ്പോൾ താപത്തിൻ്റെ അളവ് വർദ്ധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ വോൾട്ടേജ് സ്ഥിരമാണ്, പ്രതിരോധം കുറയുക, കറണ്ട് കൂടുക, അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? താപത്തിൻ്റെ അളവ് കൂടും. പ്രതിരോധിക്കണില്ലല്ലോ, കറണ്ടാണല്ലോ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 500 വോൾട്ട് പവറിൻ്റെ ഒരു താപനോപകരണം 5 മിനിറ്റ് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന താപത്തിൻ്റെ അളവാണ് 1,50,000 ജൂള്. വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജത്തിൻ്റെ അളവ് നേരിട്ട് അളക്കാൻ കഴിയും വിധം ഗൃഹ വൈദ്യുത സർക്യൂട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങളാണ് വോൾട്ട് അവർ മീറ്റർ.
വൈദ്യുതോർജ്ജത്തെ വ്യാവസായിക യൂണിറ്റ് എന്ന് വെച്ചാൽ കിലോ വാട്ട് അവർ. 1000 വാട്ട് പവറുള്ള ഒരു ഉപകരണം 1 മണിക്കൂർ കൊണ്ട് ഉപയോഗിക്കുന്ന ഊർജ്ജം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോ വാട്ട് അഥവാ 1 യൂണിറ്റ് വൈദ്യുതോർജ്ജം. 1 യൂണിറ്റ് വൈദ്യുതോർജ്ജം എത്ര ജൂൾ ഊർജ്ജമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 36,000,000. ഒരു വൈദ്യുതോപകരണം അതെന്താ ഒരു യൂണിറ്റ് വൈദ്യുതോർജ്ജം എത്ര ജൂൾ യൂണിറ്റ് ഊർജ്ജമാണെന്ന് ചോദിക്കുമ്പോൾ കേട്ടോ. ഒരു വൈദ്യുതോപകരണം യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എങ്ങനെ അറിയപ്പെടുന്നു? ഒരു യൂണിറ്റ് സമയത്തിൻ്റെ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് കേട്ടോ. ഊർജ്ജ റേറ്റിംഗ് സാധാരണയായി എത്ര നക്ഷത്രങ്ങളാണ്? 1 മുതൽ 5 വരെ നക്ഷത്രം കേട്ടോ. ഏറ്റവും ഉയർന്ന ഊർജ്ജക്ഷമതയെ പ്രതിനിധാനം ചെയ്യുന്ന സ്റ്റാർ റേറ്റിംഗ് ആണ് 5 നക്ഷത്രം. 5 സ്റ്റാർ ഉണ്ടെങ്കിൽ ഒക്കെ ഓക്കെയാണ്. ഉപകരണങ്ങൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലെ ഏജൻസിയാണ് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. എനർജി സ്റ്റാർ ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഗുണമേന്മ കുറഞ്ഞ വൈദ്യുത ബില്ലായിരിക്കും, പരിസ്ഥിതിക്ക് ആഘാതം കുറവായിരിക്കും, പിന്നെ സർക്കാർ ആനുകൂല്യങ്ങളും കിട്ടും. എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമുള്ള വൈദ്യുതി സോളാർ പവർ പ്ലാന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വിമാനത്താവളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയാൽ. വൈദ്യുതോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെല്ല്. കാർബൺ പാദമുദ്ര കുറയ്ക്കാനായി ചെയ്യാവുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഹിക ഊർജ്ജോൽപാദനം കുറയ്ക്കുക, ഭക്ഷണം പാഴാക്കാതിരിക്കുക, പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കുക, പുനരുപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ പ്രയോജനപ്പെടുത്തി മാലിന്യം കുറയ്ക്കുക. കൃത്രിമോപകരണത്തിലെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്ന സോളാർ പാനൽ കേട്ടോ. അടുത്ത പവറും വോൾട്ടേജും. ഒരു ഉപകരണത്തിൻ്റെ പവർ രേഖപ്പെടുത്തുമ്പോൾ അതോടൊപ്പം അത് പ്രവർത്തിക്കാൻ ആവശ്യമായ വോൾട്ടേജും രേഖപ്പെടുത്തിയിരിക്കും. 230 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന പവറാണ് നമ്മുടെ രാജ്യത്ത് വൈദ്യുതോപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 230 വോൾട്ടിനേക്കാൾ ഉയർന്ന വോൾട്ടതയിലോ താഴ്ന്ന വോൾട്ടതയിലോ ഉപകരണം പ്രവർത്തിച്ചാൽ പവറിന് വ്യത്യാസം വരും. അതായത് വോൾട്ടേജ് കൂടിയാൽ പവർ കൂടുകയും വോൾട്ടേജ് കുറഞ്ഞാൽ പവർ കുറയുകയും ചെയ്യും. ഇത് ഉപകരണങ്ങളിൽ കേടുപാടുകൾ ഉണ്ടാക്കും. രാജ്യങ്ങൾ അവരുടെ പവർ വിതരണ വോൾട്ടേജിനനുസരിച്ച് വൈദ്യുതോപകരണങ്ങളും അവയുടെ പവറും രൂപകൽപ്പന ചെയ്യുന്നത്. എല്ലാ വൈദ്യുതോപകരണങ്ങളും അവയുടെ പവറും രൂപകൽപ്പന അത് ആവശ്യമായ വോൾട്ടേജും അതിൻ്റെ പവറും രേഖപ്പെടുത്തുന്നതും ഓരോ ഉപകരണത്തിനെയും രേഖപ്പെടുത്തുന്ന വോൾട്ടേജിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ആ ഉപകരണങ്ങളിൽ സൂചിപ്പിച്ച പവർ ലഭിക്കുന്നത്. വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കുന്ന യഥാർത്ഥ പവറാണ് വാട്ട്. അളവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വാട്ടിലായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത് W. ഉദാഹരണമായി ബൾബ്, ഇലക്ട്രിക് അയൺ മുതലായവ. എന്നാൽ വൈദ്യുതി സപ്ലൈ ചെയ്യുന്ന ഉപകരണങ്ങളിൽ അതിന് സപ്ലൈ ചെയ്യാൻ കഴിയുന്ന പവർ വോൾട്ട് ആംപിയറിലാണ് രേഖപ്പെടുത്തുന്നത്. ഉദാഹരണമായി UPS, സോളാർ പാനൽ എന്നിവ. TOD ബില്ലിംഗ്. എന്താണ് TOD ബില്ലിംഗ് നോക്കാം. വൈദ്യുതോപയോഗം കൂടിയ സമയങ്ങളിൽ പീക്ക് ടൈം 6 PM to 10 PM വരെ. ഈ ഉപയോഗം കൂടിയ സമയങ്ങളിൽ വൈദ്യുതിയുടെ ഉപയോഗം നിയന്ത്രിക്കാനായി KSEB ആവിഷ്കരിച്ച നൂതന ബില്ലിംഗ് സമ്പ്രദായമാണ് TOD, ടൈം ഓഫ് ഡേ ബില്ലിംഗ്. ഈ രീതി അനുസരിച്ച് ഒരു ദിവസത്തെ 3 സമയ മേഖലകളായി തിരിച്ച് ഉപയോഗം കണക്കാക്കുന്നു. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ മിനിമം ചാർജ് കണക്കാക്കുന്ന സമയമായും വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ ഏറ്റവും കൂടുതൽ ചാർജ് കണക്കാക്കുന്ന സമയമായും രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ നോർമൽ ചാർജ് കണക്കാക്കുക സമയമായും പരിഗണിക്കുന്നു കേട്ടോ. രാവിലെ മുതൽ 6 മണി വരെ നമുക്കൊരു മിനിമം എന്നും വൈകുന്നേരം 6 മണി വരെ 10 മണി വരെ ഏറ്റവും കൂടുതൽ പീക്ക് ടൈമായിട്ട് കണക്കാക്കിയിട്ട് വൈകുന്നേരത്തെ ഇതിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നോർമലായിട്ട് കണക്കാക്കുന്നു. ഇതൊരു റിവിഷൻ പോലെ പറയുകയാണെങ്കിൽ എന്താ വൈദ്യുത താപം എന്ന്, അതായത് ഒരു വൈദ്യുതി താപമാകുമ്പോൾ താപഫലനമാവും, ഉപകരണങ്ങൾ ഉണ്ടാവും. ഇത് താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൾ ഹീറ്റിംഗ് എന്നാണ് അതിന് പറയുക. അതായത് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിനെ ജൂൾ ഹീറ്റിംഗ് എന്നാണ് പറയുക.
പിന്നെ ഈ ഹീറ്റിംഗ് എലമെൻറ്റ് എന്ന് ഉപയോഗിക്കുന്ന ഭാഗത്തെ വിളിക്കുന്നത് ഹീറ്റിംഗ് എലമെൻറ്റ് എന്നാണ്. നിക്രോമാണ് ലോഹസങ്കരം. ഓക്സിഡേഷൻ പ്രതിരോധം. ഉയർന്ന താപത്തിൽ ഒരു വസ്തുവിന് ഓക്സിജനുമായോ മറ്റ് ഓക്സീകരണങ്ങളുമായോ ഉള്ള സമ്പർക്കത്തിൻ്റെ ഫലമായുള്ള നാശനത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് എങ്ങനെ അറിയപ്പെടുന്നു വെച്ചാൽ ഓക്സിഡേഷൻ പ്രതിരോധം എന്നാണ്. ഒരു ചതുരശ്ര മീറ്റർ ചെയ്ത പരപ്പളവും 1 മീറ്റർ നീളമുള്ള ഒരു ചാലകത്തിൻ്റെ പ്രതിരോധമാണ് ആ ചാലകം നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ റെസിസ്റ്റിവിറ്റി. ഈ യൂണിറ്റ് എന്ന് പറയുന്നത് ഓമീറ്റർ ആണ്.